ഇടവം രാശിക്കാരെ, ഒന്ന് നിൽക്കൂ. ഈ വീഡിയോ കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് യാദൃശ്ചികമല്ല. ഇത് യോഗമാണ്. ഇത് വിധിയാണ്. പ്രപഞ്ചം നിങ്ങളെ ഇവിടേക്ക് നയിച്ചത് ഒരു കാരണത്തിനാണ്. ആ കാരണം എന്താണെന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത്ര ഉറപ്പായി പറയുകയാണ് ഞാൻ. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിക്കുകയാണ്. ആ കൊടുങ്കാറ്റ് ചിലർക്ക് നാശം കൊണ്ടുവരും. ചിലർക്ക് അത് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാകും. ഏത് പക്ഷത്ത് നിൽക്കുമെന്ന് തീരുമാനിക്കുന്നത് ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം. ഞാൻ ഭയപ്പെടുത്താൻ പറയുന്നതല്ല ഇത്. ഞാൻ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, ഒരു ചങ്ങാതിയെ പോലെ നിങ്ങളോട് സംസാരിക്കുകയാണ്. കാരണം ഇടവം രാശിക്കാർ ഈ ഭൂമിയിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകളിൽ ഒന്നാണ്. അവർ ഉള്ളിൽ കരഞ്ഞു പുറത്തു ചിരിക്കും. അവർ സഹിക്കും, പൊറുക്കും, ഒടുവിൽ ഒറ്റപ്പെടും. പക്ഷേ ഈ തവണ അങ്ങനെ ആകില്ല. ഈ തവണ പ്രപഞ്ചം ഇടവം രാശിക്കാർക്കൊപ്പമുണ്ട്. ആകാശത്ത് ഗ്രഹങ്ങൾ ചലിക്കുന്നു. ആ ചലനം ഒരു സാധാരണ ചലനമല്ല. ഗുരു ഭഗവാൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുകയാണ്. ശനിദേവൻ ഒരു മാറ്റത്തിന്റെ വക്കിലാണ്. രാഹുവും കേതുവും ഇടവം രാശിയെ ആഴത്തിൽ സ്വാധീനിക്കുകയാണ്. ഈ സ്വാധീനം ചില ഇടവം രാശിക്കാരുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കും. ചിലർ ദശാബ്ദങ്ങളായി കാത്തിരുന്ന കാര്യം ഇനി സംഭവിക്കാൻ പോകുന്നു. ഒരു അദ്ഭുതം, ഒരു യഥാർത്ഥ അദ്ഭുതം. ഒന്ന് ആലോചിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഒരു ഭാരം ഉണ്ടല്ലേ? ഒരു കടം, ഒരു ദുഃഖം, ഒരു തകർന്ന ബന്ധം, ഒരു അടഞ്ഞ വാതിൽ. അത് ഏതാണെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാം. ആ ഭാരം ഇനി ഇളകാൻ പോകുന്നു. ആ വാതിൽ ഇനി തുറക്കാൻ പോകുന്നു. ഇത് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല. ഗ്രഹഗണിതം ഇത് കാണിക്കുന്നു. ജ്യോതിഷശാസ്ത്രം ഇത് ഉറക്കെ പറയുന്നു. ഗുരുപെയർച്ചി. ഇത് ഒരു സാധാരണ ഗ്രഹമാറ്റമല്ല. ഗുരു ഭഗവാൻ ഇടവം രാശിക്കാരുടെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെലുത്തുമ്പോൾ ആകാശവും ഭൂമിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു നിമിഷം സൃഷ്ടിക്കപ്പെടുന്നു. ആ നിമിഷം ഇടവം രാശിക്കാർക്ക് ഒരു സുവർണ അവസരം നൽകുന്നു. ഈ അവസരം ചിലർ ഉപയോഗിക്കും. ചിലർ ഉറങ്ങിക്കിടക്കും. ഉണർന്നിരിക്കുന്നവർക്ക് ജീവിതം മാറും. ഉറങ്ങുന്നവർ ഒരുനാൾ ഉണർന്ന് ഖേദിക്കും. ശനിദേവൻ ഇടവം രാശിക്കാരെ കഠിനമായ ഒരു പരീക്ഷണത്തിന് ഇടുകയാണ്. ശനിയുടെ ദൃഷ്ടി ഒരിക്കലും ലഘുവല്ല. അത് ഒരു ഗുരുവിന്റെ ദൃഷ്ടിയാണ്. കഠിനമെങ്കിലും ന്യായമായ ദൃഷ്ടി. ശനി ആരെ ഇഷ്ടപ്പെടുന്നുവോ അവർ ആദ്യം കരയും, ഒടുവിൽ ചിരിക്കും. ശനി ആരെ ശ്രദ്ധിക്കുന്നുവോ അവർക്ക് ആദ്യം ഭാരം, ഒടുവിൽ ഭാഗ്യം. ഇടവം രാശിക്കാർ ഇപ്പോൾ ആ ഭാരത്തിന്റെ ഘട്ടത്തിലാണ്. ഭാഗ്യം അടുത്തു തന്നെ ഉണ്ട്. രാഹു. ഈ ഗ്രഹം ഒരിക്കലും ലളിതമല്ല. രാഹു ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ചുഴലിക്കാറ്റ് പോലെ കടന്നുവരുന്നു. ചില ബന്ധങ്ങൾ തകർക്കും. ചില ബന്ധങ്ങൾ ഉണ്ടാക്കും. ചില രഹസ്യങ്ങൾ പുറത്തുവരും. ചില ആളുകൾ വേഷം മാറ്റും. ആരൊക്കെ യഥാർത്ഥ ചങ്ങാതിമാരാണ്, ആരൊക്കെയാണ് ശത്രുക്കൾ, ഇത് ഇനി വ്യക്തമാകും. ഇടവം രാശിക്കാർ ഇനി ആളുകളെ ശരിക്ക് തിരിച്ചറിയും. കേതു. ഇത് ഒരു ആത്മീയ ഗ്രഹമാണ്. കേതുവിന്റെ സ്വാധീനം ഇടവം രാശിക്കാരെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഉള്ളിൽ ഒളിഞ്ഞ ശക്തിയുണ്ട്. ആ ശക്തി ഇനി ഉണരും. ധ്യാനം, പ്രാർത്ഥന, ആത്മീയ ചിന്ത, ഇതൊക്കെ ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ഒരു ആയുധം പോലെയാണ്. ഉപയോഗിക്കൂ. ഫലം ഉണ്ടാകും. ഗ്രഹദിശ ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ്. ഇടവം രാശിക്കാരുടെ ഗ്രഹദശ ഒരു പ്രധാനപ്പെട്ട കവലയിൽ നിൽക്കുകയാണ്. ഈ കവലയിൽ ഒരു ദിക്കിലേക്ക് നടന്നാൽ ഉയർച്ച, മറ്റൊരു ദിക്കിലേക്ക് നടന്നാൽ തകർച്ച. ഞാൻ ഈ വീഡിയോയിൽ ആ ശരിയായ വഴി കാണിച്ചുതരാം. ഒരൊറ്റ ചോദ്യം: ഈ വഴി കാണാൻ നിങ്ങൾ തയ്യാറാണോ? ഇടവം രാശിക്കാർ ആരാണ്? ഇവർ ശുക്രഗ്രഹത്തിന്റെ സ്വാധീനത്തിൽ ജനിച്ചവരാണ്. ശുക്രൻ ഭൂമിയുടെ ഗ്രഹമാണ്. ഭൂമിയുടെ ഗ്രഹം കൊണ്ട് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ. ഇവർക്ക് ക്ഷമ ഉണ്ട്. ഇവർക്ക് സ്നേഹം ഉണ്ട്. ഇവർക്ക് ഉള്ളിൽ ഒരു ഉരുക്ക് മനസ്സുണ്ട്. ആ ഉരുക്ക് മനസ്സ് ഇനി ഒരു ആയുധം ആകും. ഇനി ഒരു കോട്ടം ആകും. ഇനി ഒരു വജ്രം ആകും. ഈ ഘട്ടത്തിൽ ഇടവം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം. ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യവും ഒരു കാരണത്തിനാണ്. ഓരോ വേദനയ്ക്ക് പിന്നിൽ ഒരു അദ്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോ തകർച്ചയ്ക്ക് പിന്നിൽ ഒരു ഉയർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുണ്ട്. ഇത് ജ്യോതിഷശാസ്ത്രം പറയുന്നു. ഇത് ആകാശം പറയുന്നു. ഇത് ഈ ഭൂമി ഓരോ ഇടവം രാശിക്കാരോടും ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഇനി കരിയർ, ജോലി. ഇടവം രാശിക്കാർ ജോലിയിൽ ഇപ്പോൾ ഒരു മർദ്ദം അനുഭവിക്കുന്നുണ്ടോ? മേലധികാരിയുടെ സ്വഭാവം, സഹപ്രവർത്തകരുടെ മനോഭാവം, ജോലിഭാരം, ഇതൊക്കെ ഇപ്പോൾ ഒരു ഞെരുക്കം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടാകും. ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നു, ആരും കാണുന്നില്ല. ഈ ദേഷ്യം, ഈ നിരാശ ഇപ്പോൾ ഇടവം രാശിക്കാരുടെ ഉള്ളിൽ ഉണ്ട്. ഞാൻ അറിയുന്നു. പക്ഷേ ഈ ഘട്ടം തീരാൻ പോകുന്നു. ഗുരു ഭഗവാൻ ഇടവം രാശിക്കാരുടെ കർമ്മസ്ഥാനത്ത് ഒരു പ്രകാശം വീഴ്ത്തുന്നു. ആ പ്രകാശത്തിൽ ഇടവം രാശിക്കാരുടെ കഴിവ് ലോകം കാണും. ഇത്രനാൾ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കഴിവ് ഇനി ആളുകളുടെ ശ്രദ്ധ പിടിക്കും. ഒരു ഉദ്യോഗക്കയറ്റം, ഒരു പുതിയ ഉത്തരവാദിത്തം, ഒരു നേതൃത്വസ്ഥാനം, ഇതൊക്കെ ഇടവം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്ന അടുത്ത കാലത്ത്. ബിസിനസ് ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് ഇത് ഒരു നിർണായക ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കരാർ വരും. ഒരു പ്രധാനപ്പെട്ട ഇടപാട് ഉണ്ടാകും. ഈ ഇടപാടിൽ ശ്രദ്ധ വേണം. ധൃതി കൂടരുത്.
ആർത്തി കൂടരുത്. ക്ഷമയോടെ ബുദ്ധിയോടെ ഒരു ചുവട് വെക്കൂ. ആ ഒരൊറ്റ ചുവട് ബിസിനസിന്റെ ദിക്ക് മാറ്റും. ഈ ഘട്ടത്തിൽ ഒരു ഒഴുക്ക് ഉണ്ടാകും. ഒരു ഒഴുക്ക്, ജോലിക്കാർക്ക് ഒരു നല്ല അവസരം, ബിസിനസ്സുകാർക്ക് ഒരു നല്ല ഇടപാട്. ഇത് ഉറപ്പ്. ഈ ഉറപ്പ് ആകാശം നൽകുന്ന ഉറപ്പാണ്. ഗ്രഹഗണിതം നൽകുന്ന ഉറപ്പാണ്. ഇത് കേൾക്കൂ, ഇത് ഹൃദയത്തിൽ ലിക്കൂ, ഇതിനോടൊപ്പം ചലിക്കൂ. ജീവിതം മാറും. ഇനി ധനം. പളം. ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ഒരു ധനയോഗം ഉദിക്കുകയാണ്. ഈ ധനയോഗം ഒരൊറ്റ ദിവസം ഉണ്ടാകുന്നതല്ല. ഇത് ക്രമേണ ഒരു നദി ഒഴുകുന്നതുപോലെ ഇടവം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരും. ഒരു കടം ഉണ്ടെങ്കിൽ അത് വീടുന്ന ഒരു ദിവസം വരും. ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീരുന്ന ഒരു ദിവസം വരും. ആ ദിവസം അടുത്തുണ്ട്. ചില ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. ഒരു ദേശത്തുനിന്ന്, ഒരു ബന്ധുവിൽ നിന്ന്, ഒരു പഴയ നിക്ഷേപത്തിൽ നിന്ന്, ഒരു ലോട്ടറിയിൽ നിന്ന്. ഈ ലാഭം ഏത് രൂപത്തിൽ വരുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. പക്ഷേ ഒരു ലാഭം ഉണ്ടാകും. ആ ലാഭം ഇടവം രാശിക്കാർ ഒരിക്കലും ഒറ്റ ദിവസം ഉപയോഗിക്കരുത്. സൂക്ഷ്മതയോടെ സൂക്ഷിക്കൂ. ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കൂ. ഒരു ജാഗ്രത ഉണ്ടാകണം. ഈ ഘട്ടത്തിൽ ഒരു ചെലവ് വരും. ഒരു അനാവശ്യ ചെലവ്, ഒരു ധൃതി കൊണ്ടുള്ള ചെലവ്. ഇടവം രാശിക്കാർ ഒരു ചർച്ചയില്ലാതെ, ഒരു ചിന്തയില്ലാതെ ഒരു വലിയ ഇടപാടിൽ ഏർപ്പെടരുത്. ആരോ ഒരാൾ ഒരു ഓഫർ കൊണ്ടുവരും. ആ ഓഫർ വളരെ ആകർഷകമായി തോന്നും. പക്ഷേ ആ ആകർഷണം ഒരു കെണിയായേക്കാം. ഒരു നിമിഷം ശ്വാസം എടുക്കൂ. ആലോചിക്കൂ. ഒടുവിൽ ചെയ്യൂ. ഇനി ഒരു ഉള്ളുക്കുള്ള കാര്യം. ഇടവം രാശിക്കാർക്ക് ഭൂമി, സ്വത്ത്, വീട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു നേട്ടം ഉണ്ടാകും. ഒരു ഭൂമി വിൽക്കണം, വാങ്ങണം, ഒരു ഭവനം നിർമ്മിക്കണം. ആഗ്രഹം ഉള്ളവർക്ക് ഇനി ഒരു ശുഭ ദിവസം ഉണ്ടാകും. ആ ദിവസം അടുത്ത ദിനങ്ങളിൽ ഒന്നാണ്. ഒരുങ്ങൂ. കണ്ണു തുറന്നിരിക്കൂ. ഇനി ഒരൊറ്റ ദിവസം നിൽക്കൂ. ഒരു ചോദ്യം. ഇടവം രാശിക്കാർ ഇപ്പോൾ ഒരു ബന്ധപ്രശ്നം അനുഭവിക്കുന്നുണ്ടോ? ഒരു കലഹം, ഒരു തെറ്റിദ്ധാരണ, ഒരു വേർപാടിന്റെ വക്കിൽ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഈ വീഡിയോ തുടരൂ. ഒരു ഉത്തരം ഉണ്ടാകും. ഒരു നല്ല ഉത്തരം. പ്രണയ ജീവിതത്തിൽ ഇടവം രാശിക്കാർ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ശുക്രഗ്രഹത്തിന്റെ മക്കളാണ് ഇവർ. പ്രണയം ഇവരുടെ ജീവനാണ്. ഒരു ഇടവം രാശിക്കാർ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഉരുകിയ ഇരുമ്പ് പോലെയാണ്. ആ ചൂട് ഒരിക്കലും കുറയില്ല. ആ ആഴം ഒരിക്കലും കൂടില്ല. ഇടവം രാശിക്കാരെ ഒരിക്കൽ ഹൃദയം കൊണ്ട് ഉണർത്തിയ ആളെ അവർ ഒരിക്കലും മറക്കില്ല. ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ആൾ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ കടന്നുവരും. ഈ ആൾ ഒരു പഴയ ഓർമ്മ ആകാം, ഒരു പുതിയ ആൾ ആകാം, ഒരു ദൂരെ ഉള്ള ആൾ ആകാം, ഒരു അടുത്തുള്ള ആൾ ആകാം. ഈ ആൾ ഇടവം രാശിക്കാരുടെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാക്കും. ആ ചലനം ഏത് ദിശയിൽ പോകും? ഇടവം രാശിക്കാരുടെ മനസ്സ് തീരുമാനിക്കണം. ഒരൊറ്റ ഉപദേശം. ഹൃദയം കൊണ്ട് തീരുമാനിക്കൂ, ഭയം കൊണ്ടല്ല. വിവാഹം ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഗ്രഹഗതി ഒരു ശുഭദിനം ഒരുക്കുകയാണ്. ഒരു ആലോചന വരും. ഒരു ചർച്ച ഉണ്ടാകും. ഒരു ബന്ധം ഉറക്കും. ഇത് ആ ആഗ്രഹം ഉള്ളവർക്ക് ഒരു നല്ല അടയാളം. ആ ദിവസം ദൂരെ ഇല്ല. ഇതോടൊപ്പം ഒരു ജാഗ്രതയും ഉണ്ട്. ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ബന്ധത്തിൽ ധൃതി കൂടരുത്. ഒരു ബന്ധം ഒരൊറ്റ ദിവസം ഉണ്ടായതല്ല, ഒരൊറ്റ ദിവസം തകരുന്നതുമല്ല. ക്ഷമ ആണ് ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധം. കുടുംബത്തിൽ ഒരു ചെറിയ തർക്കം ഉണ്ടാകാം. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇത് ഒരു ഉണ്ടുണ്ടൊരു കൊടുങ്കാറ്റ് ആകരുത്. ക്ഷമ കൊണ്ട് ഈ ഘട്ടം തരണം ചെയ്യൂ. ഒടുവിൽ ശാന്തി വരും. കുടുംബജീവിതം. ഇടവം രാശിക്കാർക്ക് കുടുംബം ഒരു ക്ഷേത്രം പോലെയാണ്. ആ ക്ഷേത്രം ഇപ്പോൾ ഒരു ചെറിയ കൊടുങ്കാറ്റ് കടന്നുപോകുന്നു. ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു ചെറിയ വഴക്ക്, ഒരു തെറ്റിദ്ധാരണ, ഇവ ഈ ഘട്ടത്തിൽ കൂടി കടന്നുവരും. പക്ഷേ ഈ കൊടുങ്കാറ്റ് കഴിഞ്ഞാൽ ഒരു ശാന്തി വരും. ഒരു നല്ല ശാന്തി, ഒരു ആഴമേറിയ സ്നേഹം, ഒരു ഉറച്ച ബന്ധം. കുടുംബം ഒന്നിച്ചു നിൽക്കും. ഇത് ഉറപ്പ്. ഇടവം രാശിക്കാരുടെ അമ്മ. ഈ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ ഇടവം രാശിക്കാരുടെ കണ്ണ് നിറയുന്നു, അല്ലേ? ഇടവം രാശിക്കാർ അമ്മയെ ഇഷ്ടപ്പെടുന്നത് ഒരു ജന്മജാത സ്നേഹം കൊണ്ടാണ്. ശുക്രഗ്രഹം കൊടുക്കുന്ന ഒരു സ്നേഹ സ്വഭാവം കൊണ്ടാണ്. ഈ ഘട്ടത്തിൽ അമ്മയ്ക്ക് ഒരു ചെറിയ ആരോഗ്യ ശ്രദ്ധ ആവശ്യമുണ്ട്. ഒരു ഡോക്ടറെ കാണൂ. ഒരു ചെക്കപ്പ് ചെയ്യൂ. ഇത് ഒരു ഭയപ്പെടുത്തൽ അല്ല. ഇത് ഒരു സ്നേഹമുള്ള ഓർമ്മപ്പെടുത്തൽ. ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു മൂത്ത ബന്ധുവിൽ നിന്ന് ഒരു സഹായം ലഭിക്കും. ഒരു ഉപദേശം, ഒരു ഒത്താശ, ഒരു ആശ്വാസം, ഏത് രൂപത്തിലും ആകട്ടെ. ആ സഹായം ഇടവം രാശിക്കാരുടെ ഒരു പ്രശ്നം പരിഹരിക്കും. ആ ബന്ധുവിനെ തിരിച്ചറിഞ്ഞ് നന്ദി പറയൂ. ബന്ധങ്ങൾ ഉറക്കൂ. ഈ ഘട്ടത്തിൽ ഒരൊറ്റ നല്ല ബന്ധം 1,00,000 ശത്രുക്കളെ തോൽപ്പിക്കും. ഇനി ആരോഗ്യം. ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ആരോഗ്യകാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം. ഇത് ഒരു ഭയം ഉണ്ടാക്കാൻ പറയുന്നതല്ല. ഇടവം രാശിക്കാർ ഒരു കാര്യം ചെയ്യുന്നതാണ്. അവർ മറ്റുള്ളവരുടെ ആരോഗ്യം ശ്രദ്ധിക്കും, സ്വന്തം ആരോഗ്യം മറക്കും. ഇത് ഒരു ഇടവം രാശിക്കാരന്റെ പ്രത്യേകതയാണ്. ഈ ഘട്ടത്തിൽ ആ ശീലം മാറ്റൂ. സ്വന്തം ആരോഗ്യം ആദ്യം നോക്കൂ. ഉദര സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഉറക്കം കുറയാം. തലവേദന ഉണ്ടാകാം. ഇവ ശ്രദ്ധിക്കൂ.
ഒരു ഡോക്ടറെ കണ്ടാൽ മതി. ഒരു ചെക്കപ്പ് ആവശ്യമില്ലെന്ന് തോന്നിയാലും ചെക്കപ്പ് ചെയ്യൂ. ഒരു ചെറിയ ശ്രദ്ധ ഒരു വലിയ ആരോഗ്യ പ്രശ്നം ഒഴിവാക്കും. ഇടവം രാശിക്കാർ ശക്തരാണ്. ആ ശക്തി നിലനിർത്തൂ. ആരോഗ്യം ഭദ്രമാക്കാൻ ഒരൊറ്റ കാര്യം ചെയ്യൂ. കാലത്ത് ഉണർന്ന് ഒരു നടത്തം ശീലമാക്കൂ. ഒരു അരമണിക്കൂർ, വെറും അരമണിക്കൂർ. ആ അരമണിക്കൂർ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. ശരീരം ശക്തി നേടും, മനസ്സ് ശാന്തമാകും, ഗ്രഹദോഷം ഒരു പരിധിവരെ കുറയും. ഇത് ഒരു ചെറിയ ഉപദേശം, ഒരു വലിയ ഫലം. ഇനി വിദ്യാഭ്യാസം. പഠിക്കുന്ന ഇടവം രാശിക്കാർ ഒരു ഉണർവ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗുരു ഭഗവാൻ ബുദ്ധിസ്ഥാനത്ത് ദൃഷ്ടി ചെലുത്തുമ്പോൾ ഒരു പ്രത്യേക ഊർജം ഉണ്ടാകുന്നു. ആ ഊർജം പഠനത്തിൽ ഉപയോഗിക്കൂ. ഒരു പരീക്ഷ വരുന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ കഠിനമായി ഒരുങ്ങൂ. ഒരു നല്ല ഫലം ഉണ്ടാകും. ഒരു നല്ല ഫലം. ഇടവം രാശിക്കാരുടെ ജീവിതം മാറ്റുന്ന ഒരു ഫലം. ഒരു ഉപരിപഠന സ്വപ്നം ഉള്ളവർക്ക് ഒരു നല്ല വാർത്ത ഉണ്ട്. ഒരു ഒഴിവ് ഉണ്ടാകും. ഒരു അവസരം തുറക്കും. ഒരു വഴി തെളിയും. ആ വഴിയിൽ ഭയം ഇല്ലാതെ നടക്കൂ. ഒരൊറ്റ ഒഴിവ്, ആ ഒരൊറ്റ അവസരം ഇടവം രാശിക്കാരുടെ ജീവിതം ഒരൊറ്റ ചുവടിൽ ഉയർത്തും. ഇത് ഒരു ഉറപ്പ്. ഇനി ഒരു അത്ഭുതകരമായ കാര്യം പറയേണ്ടതുണ്ട്. ഒരു കാര്യം, ഒരു വലിയ കാര്യം. ഇടവം രാശിക്കാർ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കൂ. വിദേശയോഗം. ഇടവം രാശിക്കാർക്ക് ഘട്ടത്തിൽ ഒരു വിദേശ സ്വപ്നം ഉണർന്നു വരികയാണ്. ഒരു വിദേശ ജോലി, ഒരു വിദേശ പഠനം, ഒരു വിദേശ യാത്ര. ഇതൊക്കെ ഇടവം രാശിക്കാരുടെ ഗ്രഹനിലയിൽ ഒരു ശക്തമായ ഭവിഷ്യത്ത് ആകുകയാണ്. ഇടവം രാശിക്കാർ ഒരു കാര്യം ഓർക്കൂ. ഒരു വിദേശ ക്ഷണം വരും. ഒരു വിദേശ ബന്ധം ഉണ്ടാകും. ഒരു വിദേശ ഇടവം രാശിക്കാരെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ക്ഷണം ഒരു ഫോൺ കോൾ ആകാം, ഒരു കത്ത് ആകാം, ഒരു ഇമെയിൽ ആകാം. ഏത് ആകട്ടെ, ആ ക്ഷണം ഒരൊറ്റ ദിശ കാണിക്കുന്നു. ആ ദിശ ഇടവം രാശിക്കാരുടെ ഭവിഷ്യത്തിന്റെ ദിശ ആകും. ഈ ഘട്ടത്തിൽ ഒരു ജ്യോതിഷ സത്യം ഉണ്ട്. 150 ആണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ മാത്രമുണ്ടാകുന്ന ഒരു ഗ്രഹചേർച്ച ഇടവം രാശിക്കാർക്ക് ഒരു അത്ഭുതം ഒരുക്കുകയാണ്. ഈ ചേർച്ച ഇടവം രാശിക്കാരുടെ 9ാം ഭാവത്തിൽ ഒരു ഭാഗ്യദ്വാരം തുറക്കുകയാണ്. ആ ദ്വാരത്തിലൂടെ ഒഴുകിവരുന്നത് ഒരു ദൈവീക ശക്തിയാണ്, ഒരു ദൈവകൃപ. ആ കൃപ ഇടവം രാശിക്കാർ ഏൽക്കൂ. ആ കൃപ ഇടവം രാശിക്കാരുടെ ജീവിതം ഒരൊറ്റ ദിവസം മാറ്റും. 100% ഉറപ്പ്. ആത്മീയ ജീവിതം. ഇടവം രാശിക്കാർ ഒരു ആത്മീയ ഉണർവ് ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ ഒരു ദേവാലയം സന്ദർശനം ഒരു മഹത്തായ ഫലം നൽകും. ഒരു ദേവിയുടെ ക്ഷേത്രം, ഒരു ശിവക്ഷേത്രം, ഏത് ദൈവസ്ഥലവും ആകട്ടെ, ആ ദൈവസ്ഥലത്ത് ഒരു ദീപം തെളിക്കൂ. ഒരു പ്രാർത്ഥന ചെയ്യൂ. ആ ദൈവം ഇടവം രാശിക്കാർക്ക് ഒരു ഉത്തരം നൽകും. ആ ഉത്തരം ഒരു ശകുനം ആകാം, ഒരു ഒഴുക്ക് ആകാം, ഒരു ഒളി ആകാം. ഏത് ആകട്ടെ, ദൈവം ഉത്തരം നൽകും. ഇടവം രാശിക്കാർ ഒരു കാര്യം ഓർക്കൂ. ആത്മീയ ജീവിതം ഒരു ദൗർബല്യം അല്ല. ആത്മീയ ജീവിതം ഒരു ശക്തിയാണ്. ആ ശക്തി ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കൂ. ഒരു ദിവസം ഒരു ഒഴിഞ്ഞ നേരത്ത് ഒരൊറ്റ ദൈവനാമം മനസ്സിൽ ഉരുവിടൂ. ആ ദൈവനാമം ഒരു കവചം ആകും. ശത്രുക്കൾ ദൂരെ ആകും. ദോഷം ഒഴിഞ്ഞുപോകും. ഭാഗ്യം അടുത്തുവരും. ഇനി ആ ഭാഗം. ഇടവം രാശിക്കാർ ഒരൊറ്റ ശ്വാസം എടുക്കൂ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഞെട്ടൽ ആകും. ഒരു ആഴമേറിയ ഞെട്ടൽ. ഈ അടുത്ത ദിനങ്ങളിൽ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഈ 3 സംഭവങ്ങൾ ഇടവം രാശിക്കാരുടെ ജീവിതത്തിന്റെ ദിശ മാറ്റും. ഈ 3 സംഭവങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ ആകില്ല. ഈ 3 സംഭവങ്ങൾ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഇടവം രാശിക്കാരെ നയിക്കുന്നു. ആ ലക്ഷ്യം ഒരു പുതിയ ജീവിതം. അടുത്ത 7 നാட்களிൽ ഒരു 1ാം ഘട്ടം ഉണ്ടാകും. ഈ 1ാം ഘട്ടം ഇടവം രാശിക്കാരുടെ കർമ്മ ജീവിതത്തിൽ ഒരു ഞെട്ടൽ ആകും. ഒരു അപ്രതീക്ഷിത വിളി, ഒരു അപ്രതീക്ഷിത ഓഫ്, ഒരു അപ്രതീക്ഷിത നിർദ്ദേശം. ഇടവം രാശിക്കാർ ഒരു കാര്യം ഓർക്കൂ. ഈ വിളി, ഈ ഓഫർ, ഈ നിർദ്ദേശം ഒരു ദൈവദൂതൻ കൊണ്ടുവരുന്നതാണ്. അത് ഒരു മനുഷ്യൻ ആകാം, ഒരു ഫോൺ ആകാം, ഒരൊറ്റ കണ്ടുമുട്ടൽ ആകാം. ഏത് ആകട്ടെ, ആ നിമിഷം ഒരൊറ്റ ശ്രദ്ധ കൊണ്ട് ഉള്ളിൽ ഏൽക്കൂ. ധൃതി കൂടരുത്. ആ ഒരൊറ്റ ഓഫർ ഇടവം രാശിക്കാരുടെ ജോലി ജീവിതം, ബിസിനസ് ജീവിതം ഒരൊറ്റ ദിവസം ഉയർത്തും. ഒരൊറ്റ ദിവസം. ഇത് ഉറപ്പ്. ഇടവം രാശിക്കാർ ഈ 1ാം ഘട്ടം ഏൽക്കൂ. ഭയം ഇല്ലാതെ ഏൽക്കൂ. സ്ഥൈര്യത്തോടെ ഏൽക്കൂ. ഈ ഒരൊറ്റ ഘട്ടം ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ഇടവം രാശിക്കാർ ഒന്ന് ഓർക്കൂ. ഈ ഭൂമിയിൽ ഒരൊറ്റ അവസരം വരും. ആ അവസരം ഒരൊറ്റ തവണ കൊടുക്കും. ആ അവസരം ഉള്ളിൽ ഏൽക്കൂ. ആ ഒരൊറ്റ ഘട്ടം ഒരൊറ്റ ഭവിഷ്യത്ത് ഉണ്ടാക്കും. ഇനി 2ാം ഘട്ടം. അടുത്ത 7 മുതൽ 14 നാட்കൾക്ക് ഇടയിൽ ഒരൊറ്റ ബന്ധഘട്ടം ഉണ്ടാകും. ഇടവം രാശിക്കാരുടെ ഹൃദയ ജീവിതത്തിൽ ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാകും. ഒരൊറ്റ ആൾ ഇടവം രാശിക്കാരോട് ഒരൊറ്റ കാര്യം പറയും. ആ ഒരൊറ്റ കാര്യം ഇടവം രാശിക്കാരുടെ ഉള്ളം ഒരൊറ്റ നിമിഷം ഉണർത്തും. ഈ ആൾ ഒരൊറ്റ ഹൃദയ ആൾ ആകാം, ഒരൊറ്റ ദൂരത്തുള്ള ആൾ ആകാം, ഒരൊറ്റ അടുത്ത ബന്ധു ആകാം. ഏത് ആകട്ടെ, ആ ഒരൊറ്റ കാര്യം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരൊറ്റ ഭൂകമ്പം ഉണ്ടാക്കും. ഒരൊറ്റ ഒഴുക്ക്, ഒരൊറ്റ ആനന്ദം, ഒരൊറ്റ ഉണർവ്.
ഈ രണ്ടാം ഘട്ടത്തിൽ ഇടവം രാശിക്കാർ ഒരൊറ്റ കാര്യം ഓർക്കൂ. ഹൃദയം തുറന്ന് ഇരിക്കൂ. ഒരൊറ്റ ഭയവും ഇല്ലാതെ, ഒരൊറ്റ ശങ്കയും ഇല്ലാതെ. ആ ഒരൊറ്റ ഉണർവ് ഇടവം രാശിക്കാരുടെ ജീവിതം ഒരൊറ്റ ദിശ കാണിക്കും. ആ ദിശ ഒരൊറ്റ ഭവിഷ്യത്ത് ആകും. ആ ഭവിഷ്യത്ത് ഒരൊറ്റ ആനന്ദം ആകും. ഇടവം രാശിക്കാർ ആ ആനന്ദം ഏൽക്കൂ. ആ ആനന്ദം ജീവിതം ആകൂ. ഇനി മൂന്നാം ഘട്ടം. ഈ മൂന്നാം ഘട്ടമാണ് ഏറ്റവും ശക്തമായത്. ഈ മൂന്നാം ഘട്ടം ഒരൊറ്റ ദൈവകൃപ ആകും. ഒരൊറ്റ അദ്ഭുതം ആകും. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരൊറ്റ അപ്രതീക്ഷിത നേട്ടം ഉണ്ടാകും. ഒരൊറ്റ ദിവസം, ഒരൊറ്റ നിമിഷം ഇടവം രാശിക്കാർ ഒരൊറ്റ കാര്യം അറിയും. ആ കാര്യം ഇടവം രാശിക്കാർ ഒരിക്കലും ഒരൊറ്റ ദിവസം ഊഹിക്കാത്ത ഒരൊറ്റ സത്യം ആകും. ആ സത്യം ഒരൊറ്റ ഭാഗ്യം ആകും. ആ ഭാഗ്യം ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ഇത് ഒരൊറ്റ ഉറപ്പ്. ഒരൊറ്റ ഉറപ്പ് ആകാശം ഇടവം രാശിക്കാർക്ക് നൽകുന്ന ഒരൊറ്റ ഉറപ്പ്. അടുത്തു വരും ഈ ദിനങ്ങളിൽ ഒരൊറ്റ ധനലാഭ ഘട്ടം ഉണ്ടാകും. ഒരൊറ്റ സ്ഥലത്തു നിന്ന് ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാകും. ആ ഒഴുക്ക് ഇടവം രാശിക്കാരുടെ ഒരൊറ്റ കടം തീർക്കും. ഒരൊറ്റ ബാധ്യത ഒഴിക്കും. ഒരൊറ്റ ഭാരം ഇറക്കും. ഇത് 100% നടക്കാൻ പോകുന്ന ഒരൊറ്റ അദ്ഭുതമാണ്. ഇടവം രാശിക്കാർ ഒരൊറ്റ ഒരുക്കം ചെയ്യൂ. ആ ഒഴുക്ക് ഏൽക്കാൻ, ആ ഭാഗ്യം ഉള്ളിൽ ഏൽക്കാൻ, ആ ദൈവകൃപ ഒരൊറ്റ ഹൃദയത്തോടെ ഏൽക്കാൻ. ഈ 3 ഘട്ടങ്ങളും ഒന്നിച്ച് ഒഴുകുമ്പോൾ ഇടവം രാശിക്കാരുടെ ജീവിതം ഒരൊറ്റ പ്രകാശം ആകും. ഒരൊറ്റ ഉദയം ആകും. ഒരൊറ്റ ആരംഭം ആകും. ഈ ആരംഭം ഒരൊറ്റ ജന്മത്തിൽ ഒരൊറ്റ തവണ ഉണ്ടാകുന്ന ഒരൊറ്റ ഭാഗ്യഘട്ടം ആണ്. ഇടവം രാശിക്കാർ ഒരൊറ്റ കാര്യം ഓർക്കൂ. ഈ ഭൂമിയിൽ ഒരൊറ്റ ഘട്ടം വരും. ആ ഘട്ടം ഉള്ളിൽ ഏൽക്കൂ. ആ ഘട്ടം ജീവിതം ആകൂ. ഇനി ഒരൊറ്റ ഗ്രഹസ്വാധീന കാര്യം. ഈ ഘട്ടത്തിൽ ശനി ഇടവം രാശിക്കാരെ ഒരൊറ്റ കഠിന പരീക്ഷണത്തിൽ ഇടുന്നു. ആ പരീക്ഷണം ഒരൊറ്റ ജോലി ഇടം ആകാം. ഒരൊറ്റ ബന്ധ ഇടം ആകാം. ഒരൊറ്റ ധന ഇടം ആകാം. ഏത് ആകട്ടെ, ശനി ഒരൊറ്റ കാര്യം ചെയ്യുന്നു. ഇടവം രാശിക്കാരെ ഒരൊറ്റ ഉരുക്ക് മനുഷ്യൻ ആക്കുന്നു. ആ ഉരുക്ക് ഒരൊറ്റ ദിവസം ഒരൊറ്റ ആയുധം ആകും. ആ ആയുധം ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ശനി ദേഷ്യം ആകരുത്. ശനി ഒരൊറ്റ ഗുരു ആണ്. ആ ഗുരുവിന് നന്ദി പറയൂ. ഇടവം രാശിക്കാർ ഒരൊറ്റ ആളായി ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരൊറ്റ ശത്രു ഉണ്ടാകും. ഈ ശത്രു ഒരൊറ്റ അടുത്ത ആൾ ആകാം. ഒരൊറ്റ ചിരിക്കുന്ന ആൾ ആകാം. ഒരൊറ്റ ഒത്താശ ചെയ്യുന്ന ആൾ ആകാം. ഏത് ആകട്ടെ, ഈ ആൾ ഇടവം രാശിക്കാരുടെ ഒരൊറ്റ രഹസ്യം പുറത്തു പറയും. ഒരൊറ്റ കള്ളക്കഥ ഉണ്ടാക്കും. ഒരൊറ്റ ദ്രോഹം ചെയ്യും. ഇടവം രാശിക്കാർ ഒരൊറ്റ കാര്യം ഓർക്കൂ. ഈ ആൾ ആരാണെന്ന് ഇനി ഗ്രഹഗണിതം കാണിക്കും. ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാകും. ആ ഒഴുക്കിൽ ആ ആൾ ഒരൊറ്റ നഗ്നനായി നിൽക്കും. ഇടവം രാശിക്കാർ ആ ആൾ ആരാണെന്ന് അറിയും. ആ ദിവസം അടുത്തുണ്ട്. ഈ ഘട്ടത്തിൽ ഒരൊറ്റ ജാഗ്രത ആവശ്യം. ഇടവം രാശിക്കാർ ഒരൊറ്റ കടലാസ് ഇടപാടിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ശ്രദ്ധ ആവശ്യം. ഒരൊറ്റ ഒപ്പ് ഒരൊറ്റ ജീവിതം മാറ്റും. ഒരൊറ്റ ഒപ്പ് ഒരൊറ്റ ഭാഗ്യം ഉണ്ടാക്കും. ഒരൊറ്റ ഒപ്പ് ഒരൊറ്റ ദോഷം ഉണ്ടാക്കും. ഏത് ആകൂ എന്ന് ഇടവം രാശിക്കാർ ഒരൊറ്റ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിക്കൂ. ഒരൊറ്റ ആലോചന ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ഇനി ഒരൊറ്റ വലിയ ഒഴുക്ക് ഉണ്ടാകും. ഇടവം രാശിക്കാർ ഒരൊറ്റ ദൈവകൃപ ഏൽക്കാൻ ഒരൊറ്റ ഒരുക്കം ചെയ്യൂ. ഗ്രഹദിശ ഒരൊറ്റ ഭാഗ്യഘട്ടത്തിലേക്ക് ഇടവം രാശിക്കാരെ നടത്തുന്നു. ആ ഘട്ടം ഒരൊറ്റ ജന്മഭാഗ്യമാണ്. ഒരൊറ്റ ജന്മഭാഗ്യം ഒരൊറ്റ ജീവിതത്തിൽ ഒരൊറ്റ തവണ ഉണ്ടാകും. ഈ ഒരൊറ്റ ഘട്ടം ഇപ്പോൾ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഉദിക്കുകയാണ്. ഈ ഉദയം ഒരൊറ്റ ആനന്ദം ആകും. ഒരൊറ്റ ഉണർവ് ആകും. ഒരൊറ്റ ജീവൻ ആകും. ഇനി ഒരൊറ്റ പ്രധാന കാര്യം. ഇടവം രാശിക്കാർ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ നിമിഷം ചോദിക്കൂ. ഞാൻ ഈ ഭൂമിയിൽ ആർ? ഈ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ആത്മീയ ഉണർവാണ്. ഈ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉള്ളിൻ ഒഴുക്ക് ഉണ്ടാക്കും. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവദർശനം ആകും. ഒരൊറ്റ ദൈവദർശനം ഒരൊറ്റ ജീവൻ ആകും. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദം ആകും. ആ ആനന്ദം ഒരൊറ്റ ശക്തിയാകും. ആ ശക്തി ഒരൊറ്റ ഭൂമിയാകും. ആ ഭൂമി ഇടവം രാശിക്കാരുടെ ഭൂമി ആകും. ഈ ഘട്ടത്തിൽ ഒരൊറ്റ പരിഹാരം ഉണ്ട്. ഇടവം രാശിക്കാർ ഒരൊറ്റ ദേവീക്ഷേത്രത്തിൽ ഒരൊറ്റ വെള്ളി ദിവസം ഒരൊറ്റ ദീപം തെളിക്കൂ. ഒരൊറ്റ പ്രാർത്ഥന, ഒരൊറ്റ ഭക്തി, ഒരൊറ്റ ഹൃദയ ദൈവഭക്തി. ആ ദൈവഭക്തി ഒരൊറ്റ ശക്തിയാകും. ഒരൊറ്റ കവചം ആകും. ഒരൊറ്റ ഭാഗ്യദ്വാരം തുറക്കും. ആ ദ്വാരത്തിലൂടെ ഒരൊറ്റ ദൈവകൃപ ഒഴുകിവരും. ആ കൃപ ഇടവം രാശിക്കാരുടെ ജീവിതം ഒരൊറ്റ ദിവസം ഉണർത്തും. ഒരൊറ്റ ശനി പരിഹാരം. ഇടവം രാശിക്കാർ ഒരൊറ്റ ശനി ദിവസം, ശനിയാഴ്ച ഒരൊറ്റ ഇരുമ്പ് ദാനം ചെയ്യൂ. ഒരൊറ്റ ഇരുമ്പ് ഉരുളി, ഒരൊറ്റ ഇരുമ്പ് കരണ്ടി, ഏത് ആകട്ടെ. ഒരൊറ്റ ദാനം ഒരൊറ്റ ദോഷം ഒഴിക്കും. ഒരൊറ്റ ദോഷം ഒഴിഞ്ഞാൽ ഒരൊറ്റ ഭാഗ്യം ഉദിക്കും. ഒരൊറ്റ ഭാഗ്യം ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ഒരൊറ്റ ജീവിതം ഒരൊറ്റ ആനന്ദം ആകും. ഒരൊറ്റ ഗുരുപരിഹാരം. ഇടവം രാശിക്കാർ ഒരൊറ്റ ഗുരുദിവസം, വ്യാഴാഴ്ച ഒരൊറ്റ ഗുരുദേവ പ്രാർത്ഥന ചെയ്യൂ. ഒരൊറ്റ മഞ്ഞ പൂ ദൈവദർശനം. ഒരൊറ്റ മഞ്ഞ ദ്രവ്യദാനം. ഒരൊറ്റ ഗുരുഭക്തി ഇടവം രാശിക്കാരുടെ ഒരൊറ്റ ഭാഗ്യഘട്ടം ഉണ്ടാക്കും. ഒരൊറ്റ ഭാഗ്യഘട്ടം ഒരൊറ്റ ജീവൻ ആകും. ആ ജീവൻ ഒരൊറ്റ ഉദയം ആകും. ഒരൊറ്റ രാഹു പരിഹാരം.
ഇടവം രാശിക്കാർ ഒരൊറ്റ ദർഭ പുല്ല് ഒരൊറ്റ ദൈവദർശനത്തിൽ ഉപയോഗിക്കൂ. ഒരൊറ്റ ദർഭ മോതിരം ഇടൂ. ഒരൊറ്റ ദർഭ ഒരൊറ്റ ദോഷം ഒഴിക്കും. ഒരൊറ്റ ദോഷം ഒഴിഞ്ഞാൽ ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാകും. ആ ഒഴുക്ക് ഒരൊറ്റ ഭാഗ്യദ്വാരം ആകും. ആ ദ്വാരത്തിലൂടെ ഒരൊറ്റ ദൈവകൃപ ഒഴുകിവരും. ഇടവം രാശിക്കാർ ഒരൊറ്റ ദൈവനാമം ഉരുവിടൂ. ഓം നമഃ ശിവായ. ഒരൊറ്റ ദൈവനാമം ഒരൊറ്റ കവചമാണ്. ഒരൊറ്റ കവചം ഒരൊറ്റ ശക്തിയാണ്. ഒരൊറ്റ ശക്തി ഒരൊറ്റ ഭൂമിയാണ്. ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ആ ഭൂമിയിൽ ഉറച്ചു നിൽക്കൂ. ആ ഉറപ്പ് ഒരൊറ്റ ഭൂകമ്പം ഒഴിക്കും. ഒരൊറ്റ ദോഷം ഒഴിക്കും. ഒരൊറ്റ ഭാഗ്യം ഉദിക്കും. ഈ ഘട്ടത്തിൽ ഒരൊറ്റ ഒഴിവാക്കേണ്ട കാര്യം: ഇടവം രാശിക്കാർ ഒരൊറ്റ ആളോടും അതിരുകടന്ന് ദേഷ്യം കൊള്ളരുത്. ഒരൊറ്റ ആളോടും അതിരുകടന്ന് വിശ്വസിക്കരുത്. ഒരൊറ്റ ആളോടും ഒരൊറ്റ രഹസ്യം പങ്കുവെക്കരുത്. ഈ ഒരൊറ്റ ജാഗ്രത ഒരൊറ്റ ദോഷം ഒഴിക്കും. ഒരൊറ്റ ദോഷം ഒഴിഞ്ഞാൽ ഒരൊറ്റ ഭാഗ്യം ഉദിക്കും. ഒരൊറ്റ ഭാഗ്യം ഉദിച്ചാൽ ഒരൊറ്റ ജീവൻ ഉണ്ടാകും. ആ ജീവൻ ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരൊറ്റ കാര്യം ഓർക്കൂ: ഈ ഭൂമിയിൽ ഒരൊറ്റ ഒഴുക്ക് ഉണ്ട്. ആ ഒഴുക്ക് ദൈവ ഒഴുക്ക് ആണ്. ദൈവ ഒഴുക്കിൽ ഒരൊറ്റ ഭൂകമ്പം ഇല്ല. ഒരൊറ്റ ദോഷം ഇല്ല. ഒരൊറ്റ ഭാരം ഇല്ല. ആ ഒഴുക്കിൽ ഒരൊറ്റ ആനന്ദം ഉണ്ട്. ഒരൊറ്റ ഉണർവ് ഉണ്ട്. ഒരൊറ്റ ഭാഗ്യം ഉണ്ട്. ഇടവം രാശിക്കാർ ആ ഒഴുക്കിൽ ചേർന്ന് ഒഴുകൂ. ആ ഒഴുക്ക് ഒരൊറ്റ ജീവൻ ആകും. ആ ജീവൻ ഒരൊറ്റ ഉദയം ആകും. ആ ഉദയം ഇടവം രാശിക്കാരുടേതാണ്. ഒരൊറ്റ വ്യക്തിഗത ഉപദേശം: ഇടവം രാശിക്കാർ ഒരൊറ്റ ദിവസം ഒരൊറ്റ ഡയറി എടുക്കൂ. ആ ഡയറിയിൽ ഒരൊറ്റ ലക്ഷ്യം എഴുതൂ. ഒരൊറ്റ ലക്ഷ്യം. ഒരൊറ്റ ലക്ഷ്യം ഒരൊറ്റ ദിശ ആണ്. ഒരൊറ്റ ദിശ ഒരൊറ്റ ഭവിഷ്യത്ത് ആണ്. ഒരൊറ്റ ഭവിഷ്യത്ത് ഒരൊറ്റ ജീവനാണ്. ആ ജീവൻ ഇടവം രാശിക്കാരുടേതാണ്. ഒരൊറ്റ ദൈവം ആ ഡയറി കാണും. ഒരൊറ്റ ദൈവകൃപ ആ ലക്ഷ്യം ഉണ്ടാക്കും. ഒരൊറ്റ ദൈവകൃപ ഇടവം രാശിക്കാരുടെ ഒരൊറ്റ ജീവൻ ഉണ്ടാക്കും. ഇടവം രാശിക്കാർ ഒരൊറ്റ ഒഴിഞ്ഞ നേരത്ത് ഒരൊറ്റ ആഴം ഉള്ള ചോദ്യം ചോദിക്കൂ: ഞാൻ ഈ ഭൂമിയിൽ ഇതുവരെ ഒരൊറ്റ കഷ്ടം സഹിച്ചു. ആ കഷ്ടം ഒരൊറ്റ ഒഴുക്ക് ആണ്. ആ ഒഴുക്ക് ഒരൊറ്റ ഭൂമിയാണ്. ആ ഭൂമി ഒരൊറ്റ ആനന്ദം ആകും. ഈ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉണർവ് ആണ്. ഈ ഉണർവ് ഒരൊറ്റ ദൈവദർശനമാണ്. ഒരൊറ്റ ദൈവദർശനം ഒരൊറ്റ ഭൂമിയാണ്. ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ഈ ഘട്ടത്തിൽ ഒരൊറ്റ ദൈവശക്തി ഇടവം രാശിക്കാരൊപ്പമുണ്ട്. ഒരൊറ്റ ദൈവകൃപ ഒരൊറ്റ ഉദയം ആകും. ഒരൊറ്റ ഉദയം ഒരൊറ്റ ജീവൻ ആകും. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദം ആകും. ഒരൊറ്റ ആനന്ദം ഒരൊറ്റ ഭൂമി ആകും. ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ആ ഭൂമിയിൽ ഉറച്ചു നിൽക്കൂ. ഉറപ്പോടെ നിൽക്കൂ. ദൈവം ഒരൊറ്റ കൈ, ഒരൊറ്റ സ്നേഹ കൈ ഇടവം രാശിക്കാരുടെ ഒരൊറ്റ ചുമലിൽ വെക്കുന്നു. ആ കൈ ഒരൊറ്റ ഉണർവ് ആണ്. ഒരൊറ്റ ഭൂമിയാണ്. ഒരൊറ്റ ജീവനാണ്. ഇടവം രാശിക്കാരെ, ഒരൊറ്റ നിമിഷം ഇവിടെ നിൽക്കൂ. ഈ വീഡിയോ ഇത്രയും കണ്ട നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർക്കൂ: നിങ്ങൾ ഒരൊറ്റ യോഗം കൊണ്ട് ഇവിടെ എത്തി. ആ യോഗം ഒരൊറ്റ ദൈവകൃപ ആണ്. ആ ദൈവകൃപ ഒരൊറ്റ സന്ദേശമാണ്. ആ സന്ദേശം ഇപ്പോൾ ഇടവം രാശിക്കാരുടെ ഉള്ളിൽ ഒരൊറ്റ ഒഴുക്ക് ആകുകയാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ആനന്ദം ആകും. ഒരൊറ്റ ഉദയം ആകും. ഒരൊറ്റ ജീവൻ ആകും. ആ ജീവൻ ഇടവം രാശിക്കാരുടേതാണ്. ആ ജീവൻ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇടവം രാശിക്കാർ ഒരൊറ്റ ഘട്ടം ഓർക്കൂ: ഈ ഭൂമിയിൽ ഒരൊറ്റ ആൾ കഷ്ടപ്പെടും. ഒരൊറ്റ ആൾ കരയും. ഒരൊറ്റ ആൾ ഒടുവിൽ ചിരിക്കും. ആ ഒടുവിൽ ചിരിക്കുന്ന ആൾ ഇടവം രാശിക്കാരാണ്. ഇത് ഒരൊറ്റ ഉറപ്പ്. ഒരൊറ്റ ദൈവ ഉറപ്പ്. ഈ ഭൂമിയിൽ ഒരൊറ്റ ഗ്രഹഗണിതം ഒരൊറ്റ ഉറപ്പ് നൽകുന്നു: ഇടവം രാശിക്കാർ ഒടുവിൽ ജയിക്കും. ഒടുവിൽ ഉയരും. ഒടുവിൽ ആനന്ദിക്കും. ആ ദിവസം ഇനി ദൂരെ ഇല്ല. ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരൊറ്റ ആത്മബലം കൊണ്ട് ജീവിക്കൂ. ആ ആത്മബലം ഒരൊറ്റ ദൈവദൃഷ്ടിയിൽ ഉദിക്കും. ഒരൊറ്റ ദൈവദൃഷ്ടി ഒരൊറ്റ ഉദയമാണ്. ഒരൊറ്റ ഉദയം ഒരൊറ്റ ജീവനാണ്. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദമാണ്. ആ ആനന്ദം ഇടവം രാശിക്കാർ ഇന്ന് ഉള്ളിൽ ഏൽക്കൂ. ഇന്ന് ഉള്ളിൽ ഏൽക്കൂ. ഇന്ന് ഉള്ളിൽ ഒരൊറ്റ തീരുമാനം ചെയ്യൂ: ഞാൻ ഒടുവിൽ ജയിക്കും. ആ ഒരൊറ്റ തീരുമാനം ഒരൊറ്റ ഭൂകമ്പം ഉണ്ടാക്കും. ഒരൊറ്റ ഭൂകമ്പം ഒരൊറ്റ ജീവൻ ഉണ്ടാക്കും. ഇനി ഒരൊറ്റ അവസാന പരിഹാര ഒഴുക്ക്: ഇടവം രാശിക്കാർ ഒരൊറ്റ ദിവസം ഒരൊറ്റ ദേവി ദർശനം ചെയ്യൂ. ഒരൊറ്റ ദേവീക്ഷേത്രത്തിൽ ഒരൊറ്റ ഹൃദയ ദർശനം. ഒരൊറ്റ ദേവി ദർശനം ഒരൊറ്റ ദൈവകൃപ ആകും. ഒരൊറ്റ ദൈവകൃപ ഒരൊറ്റ ഭാഗ്യദ്വാരം തുറക്കും. ആ ദ്വാരത്തിലൂടെ ഒരൊറ്റ ദൈവ ഒഴുക്ക് ഒഴുകിവരും. ആ ഒഴുക്ക് ഒരൊറ്റ ആനന്ദം ആകും. ഒരൊറ്റ ഉദയം ആകും. ഒരൊറ്റ ജീവൻ ആകും. ഇടവം രാശിക്കാർ ഒരൊറ്റ ഭക്ഷണദാനം ചെയ്യൂ. ഒരൊറ്റ ദരിദ്ര ആൾക്ക് ഒരൊറ്റ ഭക്ഷണം നൽകൂ. ഒരൊറ്റ ദരിദ്ര ആൾക്ക് ഒരൊറ്റ ഭക്ഷണം നൽകുമ്പോൾ ഒരൊറ്റ ദൈവം ഇടവം രാശിക്കാരെ കാണുന്നു. ഒരൊറ്റ ദൈവദൃഷ്ടി ഒരൊറ്റ ഭാഗ്യമാണ്. ഒരൊറ്റ ഭാഗ്യം ഒരൊറ്റ ജീവനാണ്. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദമാണ്. ആ ആനന്ദം ഇടവം രാശിക്കാരുടേതാണ്. ഒരൊറ്റ ജലദാന പരിഹാരം: ഇടവം രാശിക്കാർ ഒരൊറ്റ ദിവസം ഒരൊറ്റ ജലം ഒരൊറ്റ ദൈവദർശനത്തിൽ നൽകൂ. ഒരൊറ്റ ജലം ഒരൊറ്റ ജീവനാണ്. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ദൈവകൃപ ആണ്. ഒരൊറ്റ ദൈവകൃപ ഒരൊറ്റ ഭൂമിയാണ്. ആ
ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ആ ഭൂമിയിൽ ഉറച്ചുനിൽക്കൂ. ഉറപ്പോടെ. ഒരൊറ്റ ശ്വാസം, ഒരൊറ്റ ഉണർവ്, ഒരൊറ്റ ജീവൻ. ഇടവം രാശിക്കാരെ, ഈ ഒരൊറ്റ ഘട്ടം ഒരൊറ്റ വഴിത്തിരിവാണ്. ഈ ഭൂമിയിൽ ഒരൊറ്റ ജന്മം ഉണ്ട്. ആ ജന്മം ഒരൊറ്റ ഭൂമിയാണ്. ആ ഭൂമി ഒരൊറ്റ ആനന്ദമാണ്. ആ ആനന്ദം ഇടവം രാശിക്കാർ ഇന്ന് ഉള്ളിൽ ഏൽക്കൂ. ഈ ഭൂമിയിൽ ഒരൊറ്റ ദൈവം, ഒരൊറ്റ കൃപ, ഒരൊറ്റ ഒഴുക്ക് ഇടവം രാശിക്കാർക്ക് നൽകുകയാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ഉദയമാണ്. ഒരൊറ്റ ഉദയം ഒരൊറ്റ ജീവനാണ്. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദമാണ്. ആ ആനന്ദം ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ആ ആനന്ദം ഏൽക്കൂ. ആ ആനന്ദം ഉള്ളിൽ ഏൽക്കൂ. ആ ആനന്ദം ജീവൻ ആകൂ. ഒരൊറ്റ ദൈവസ്നേഹ ഒഴുക്ക് ഇടവം രാശിക്കാർക്ക് ഇന്ന് ഒഴുകുന്നു. ആ ഒഴുക്ക് ഒരൊറ്റ ഉദയമാണ്. ഒരൊറ്റ ഉദയം ഒരൊറ്റ ജീവനാണ്. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദമാണ്. ആ ആനന്ദം ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ഒരൊറ്റ ദൈവഭക്തിയോടെ ഒരൊറ്റ കൈകൂപ്പൂ. ഒരൊറ്റ കൈകൂപ്പൽ ഒരൊറ്റ ദൈവകൃപ ആകും. ഒരൊറ്റ ദൈവകൃപ ഒരൊറ്റ ഭൂമിയാകും. ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ഒരൊറ്റ കാര്യം ഉള്ളിൽ ഉറപ്പിക്കൂ. ഞാൻ ഒരൊറ്റ ദൈവമകനാണ്. ഒരൊറ്റ ദൈവമകളാണ്. ഒരൊറ്റ ദൈവശക്തി എന്നോടൊപ്പമുണ്ട്. ആ ശക്തി ഒരൊറ്റ ഉദയമാണ്. ഒരൊറ്റ ഉദയം ഒരൊറ്റ ജീവനാണ്. ഈ ഒരൊറ്റ ഉറപ്പ് ഒരൊറ്റ ഭൂകമ്പം ഉണ്ടാക്കും. ഒരൊറ്റ ഭൂകമ്പം ഒരൊറ്റ ഉദയം ഉണ്ടാക്കും. ഒരൊറ്റ ഉദയം ഒരൊറ്റ ജീവൻ ഉണ്ടാക്കും. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദം ഉണ്ടാക്കും. ആ ആനന്ദം ഇടവം രാശിക്കാരുടേതാണ്. ഈ വീഡിയോ ഇത്രയും ക്ഷമയോടെ കണ്ട ഇടവം രാശിക്കാർക്ക് ഒരൊറ്റ ഹൃദയനന്ദി. ഒരൊറ്റ ഹൃദയനന്ദി ഒരൊറ്റ ദൈവകൃപ ആണ്. ഒരൊറ്റ ദൈവകൃപ ഒരൊറ്റ ഭൂമിയാണ്. ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ഒരൊറ്റ ദൈവഭക്തിയോടെ ഒരൊറ്റ ജീവൻ ജീവിക്കൂ. ഒരൊറ്റ ആനന്ദത്തോടെ ജീവിക്കൂ. ഒരൊറ്റ ഉദയത്തോടെ ജീവിക്കൂ. ഒരൊറ്റ ദൈവകൃപ ഒരൊറ്റ ജീവൻ ആകും. ആ ജീവൻ ഇടവം രാശിക്കാരുടേതാണ്. ഒരൊറ്റ അവസാന വാക്ക്. ഇടവം രാശിക്കാരെ, ഈ ഭൂമിയിൽ നിങ്ങൾ ഒറ്റയല്ല. ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്. ഗ്രഹങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഈ ആകാശം നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ ഭൂമി നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ ഒരൊറ്റ ഒഴുക്ക്, ദൈവ ഒഴുക്ക്, ഇടവം രാശിക്കാർക്ക് ഒരൊറ്റ ഉദയം നൽകുകയാണ്. ആ ഉദയം ഒരൊറ്റ ജീവനാണ്. ഒരൊറ്റ ആനന്ദമാണ്. ഒരൊറ്റ ഭൂമിയാണ്. ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ദൈവം ഇടവം രാശിക്കാരെ ഒരൊറ്റ ഹൃദയദൃഷ്ടിയോടെ കാണുന്നു. ആ ദൃഷ്ടി ഒരൊറ്റ കൃപ ആണ്. ആ കൃപ ഒരൊറ്റ ഭൂമിയാണ്. ആ ഭൂമി ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ആ ഭൂമിയിൽ ഉറച്ചുനിൽക്കൂ. ഉറപ്പോടെ, സ്നേഹത്തോടെ, ഭക്തിയോടെ. ദൈവം ഇടവം രാശിക്കാർക്ക് ഒരൊറ്റ ഉദയം നൽകും. ഒരൊറ്റ ആനന്ദം നൽകും. ഒരൊറ്റ ജീവൻ നൽകും. ആ ജീവൻ ഇടവം രാശിക്കാരുടേതാണ്. ഇത് ഒരൊറ്റ ഉറപ്പ്. ഒരൊറ്റ ദൈവ ഉറപ്പ്. ഇടവം രാശിക്കാർക്ക് ഒരൊറ്റ ഹൃദയ ആശംസ. ഒരൊറ്റ ദൈവ അനുഗ്രഹം. ഒരൊറ്റ ദൈവകൃപ. ഒരൊറ്റ ദൈവ ഒഴുക്ക്. ആ ഒഴുക്ക് ഇടവം രാശിക്കാരുടെ ജീവൻ ആകൂ. ആ ജീവൻ ആനന്ദം ആകൂ. ആ ആനന്ദം ഒരൊറ്റ ഉദയം ആകൂ. ആ ഉദയം ഇടവം രാശിക്കാരുടേതാണ്. ഇടവം രാശിക്കാർ ഈ ഭൂമിയിൽ ജയിക്കും. ഇത് ഉറപ്പ്. ഇത് ദൈവ ഉറപ്പ്. ഇനി ഒരൊറ്റ സൂചന. അടുത്ത വീഡിയോയിൽ ഒരൊറ്റ അദ്ഭുതമുണ്ട്. ഒരൊറ്റ ഞെട്ടൽ ഉണ്ട്. ഒരൊറ്റ ദൈവ രഹസ്യമുണ്ട്. ആ രഹസ്യം ഇടവം രാശിക്കാരുടെ ഒരൊറ്റ ജീവൻ മാറ്റും. ആ ഒരൊറ്റ വീഡിയോ കാണൂ. ആ ഒരൊറ്റ രഹസ്യം ഉള്ളിൽ ഏൽക്കൂ. ആ ഒരൊറ്റ ദൈവകൃപ ഒരൊറ്റ ഉദയം ആകും. ഒരൊറ്റ ഉദയം ഒരൊറ്റ ജീവൻ ആകും. ഒരൊറ്റ ജീവൻ ഒരൊറ്റ ആനന്ദം ആകും. ആ ആനന്ദം ഇടവം രാശിക്കാരുടേതാണ്. ആ ദിവസം വരും. ഉറപ്പ്. ദൈവ ഉറപ്പ്. ഇടവം രാശിക്കാർ ജയിക്കും. ഈ ഭൂമിയിൽ ജയിക്കും. ഒരൊറ്റ ദൈവ ഉറപ്പോടെ.